സ്റ്റുഡൻസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റിയെ കുറിച്ചും ചില ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി ടെക്നിക്സുകളെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്യാനാണ്. അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സെക്യൂരിറ്റി നമുക്ക് ഡേറ്റയെയും സർവീസുകളെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അങ്ങനെ വിളിക്കാം അല്ലേ. പല സെക്യൂരിറ്റി ത്രെറ്റ്സുകളിൽ നിന്നും ഡേറ്റയെയും സർവീസിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ്. കോൺഫിഡൻഷ്യാലിറ്റി ഇതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പാർട്ടീസിന് മാത്രമേ ഇൻഫർമേഷൻസ് കാണിക്കുകയുള്ളൂ. ഇന്റഗ്രിറ്റി, ഈ ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രത്യേകത എന്താണ്? സിസ്റ്റം അസറ്റ്സിന്റെ ഓൾട്ടറേഷൻ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പല തരത്തിലുള്ള ത്രെഡ്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇന്റർസെപ്ഷൻ, ഇന്ററപ്ഷൻ, മോഡിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ. എന്താണ് ഇന്റർസെപ്ഷൻ? ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരും അവർക്ക് ഡേറ്റയെയും സർവീസിനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ ത്രെഡിനെയാണ് ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്ററപ്ഷൻ എന്താണ്? അതായത് സർവീസ് അല്ലെങ്കിൽ ഡേറ്റ അത് പെട്ടെന്ന് അൺഅവൈലബിൾ ആകുന്നു, അൺയൂസബിൾ ആകുന്നു, ഡിസ്ട്രോയ് ആകുന്നു. അപ്പൊ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ അതിനെ ഇന്ററപ്ഷൻ എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ, അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ഡേറ്റ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുമായിട്ട് ടാമ്പർ ചെയ്യുന്നു. അപ്പോ എന്തിനായിരുന്നു ആ ഡേറ്റയും സർവീസും ഉപയോഗിച്ചിരുന്നത്, ആ ജോലി പിന്നെ അത് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഫാബ്രിക്കേഷൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇതൊരു സിറ്റുവേഷൻ ആണ്. ഇവിടെ ഡേറ്റയോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി അവിടെ അത് എക്സിസ്റ്റ് ചെയ്യേണ്ടതല്ല. പക്ഷെ ഒരു ഇൻട്രൂഡർ അവിടെ ഒരു ഡേറ്റയോ ഒരു ആക്ടിവിറ്റിയോ അഡീഷണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് മെത്തേഡ്സ് ഓഫ് അറ്റാക്ക് എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. പല മെത്തേഡ്സ് ഓഫ് അറ്റാക്ക് ഉണ്ട്. ഈവ്സ്ട്രോപ്പിംഗ്, മാസ്കറേഡിംഗ്, മെസ്സേജ് ടാമ്പറിംഗ്, റിപ്ലേയിങ്, ഡിനയൽ ഓഫ് സർവീസ്. എന്താണ് അപ്പോൾ ഈവ്സ്ട്രോപ്പിംഗ്? അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ മെസ്സേജിന്റെ കോപ്പീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. മാസ്കറേഡിംഗ്, മെസ്സേജിനെയും സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ, ഒരു അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ. മെസ്സേജ് ടാമ്പറിംഗ്, ഇവിടെ ഒരു പർട്ടിക്കുലർ റെസിപ്പിയന്റ് ഉണ്ട്. ആ റെസിപ്പിയന്റിന്റെ അടുത്തേക്ക് മെസ്സേജിന് സെൻഡർ അല്ലെങ്കിൽ പർട്ടിക്കുലർ റെസിപ്പിയന്റ് അല്ലെങ്കിൽ റിസീവറിന്റെ അടുത്തേക്ക് സെൻഡർ ആ മെസ്സേജ് ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ആ പോകുന്ന മെസ്സേജിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സിനെ ഓൾട്ടർ ചെയ്യുന്നു. അപ്പോൾ ഈ അറ്റാക്കിനെ നമുക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നും പറയാം. റിപ്ലേയിങ്, ഇവിടെ നിന്ന് പറയുമ്പോൾ ഇപ്പം സെൻഡർ റിസീവർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ സെൻഡർ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജ് റിസീവറിന് അയച്ചു. അപ്പോൾ ആ മെസ്സേജിനെ ഒരു ഇൻട്രൂഡർ വന്ന് കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് വേറെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് സെൻഡർ ആണെന്ന് ഭാവിച്ച് ആ ഇൻട്രൂഡർ അത് റിസീവറിന് സെൻഡ് ചെയ്യുന്നു, സെൻഡർ എന്ന രീതിയിൽ. അപ്പോൾ അതിനെയാണ് റീപ്ലേയിങ് എന്ന് പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ സിസ്റ്റം റിസോഴ്സുകൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി മെക്കാനിസംസ്. പലതരത്തിലുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് ഉണ്ട് അല്ലേ. എൻക്രിപ്ഷൻ, ഒതന്റിക്കേഷൻ, ഓതറൈസേഷൻ, ഓഡിറ്റിംഗ്. എൻക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെൻഡറും റിസീവറും ഉണ്ട്. സെൻഡർ ഡേറ്റ റിസീവറിന് സെൻഡ് ചെയ്യുന്നു.
അപ്പോൾ ആ ഡേറ്റനെ ഒരു അറ്റാക്കർ അല്ലെങ്കിൽ ഒരു ഇൻട്രൂഡറിന് മനസ്സിലാകാത്ത ഒരു രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇത് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഫീച്ചർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. അതുപോലെ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഒതന്റിക്കേഷൻ. ഒരു പർട്ടിക്കുലർ യൂസർ, ക്ലയന്റ്, സെർവർ ഇവരുടെ ഐഡന്റിറ്റിയെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓതറൈസേഷൻ. ഒരു പർട്ടിക്കുലർ ക്ലയന്റ്, ആ ക്ലയന്റ് ഈ പറയുന്ന ഒരു ആക്ഷൻ അത് പെർഫോം ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ്. പല തരത്തിലുള്ള ഓഡിറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാം. ഏതൊക്കെ ക്ലയൻസ് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തോന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സെക്യൂരിറ്റി സർവീസസ് ഡിസൈൻ ഇഷ്യൂസ്. ഫസ്റ്റ് ഈസ് ഫോക്കസ് ഓഫ് കൺട്രോൾ. ഇവിടെ ഡേറ്റ, ഓപ്പറേഷൻസ്, യൂസേഴ്സ് ഇതിൽ എത്ര കൺട്രോൾ ഫോക്കസ് ചെയ്യണമെന്ന് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നു. ലെയറിംഗ് ഓഫ് സെക്യൂരിറ്റി മെക്കാനിസം. ഇവിടെ ഡിസൈഡ് ചെയ്യുന്നു ഏത് ലെവലിലാണ് സെക്യൂരിറ്റി മെക്കാനിസം പ്ലേസ് ചെയ്യേണ്ടതെന്ന്. സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ട്രസ്റ്റിനെ. ഓരോ എൻഡ് യൂസേഴ്സും ആപ്ലിക്കേഷൻസിൽ കൊടുക്കുന്ന ഇത് ഓരോ ഡിസൈനേഴ്സിനെയും കൺവിൻസ് ചെയ്യുന്നു ഈ സിസ്റ്റത്തിന് ഒരു സെക്യൂരിറ്റി ഹോൾസും ഇല്ല എന്നത്. അപ്പൊ നമുക്ക് ക്രിപ്റ്റോഗ്രഫിയെ പറ്റി നോക്കാം. അതായത് ഇപ്പം ഒരു സെൻഡർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ്. അപ്പൊ പലതരത്തിലുള്ള അറ്റാക്ക് അത് ഫേസ് ചെയ്യാം. ഇപ്പോൾ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഇൻട്രൂഡർ വരും. ഇൻട്രൂഡർ വന്നിട്ട് ആ മെസ്സേജിന് ലിസൺ ചെയ്യും. പക്ഷെ അയാൾക്ക് ആ മെസ്സേജ് ലിസൺ ചെയ്യാനുള്ള അധികാരമില്ല, എന്നിട്ടും ലിസൺ ചെയ്യും. അപ്പം ഇവരെ പാസീവ് ഇൻട്രൂഡർ എന്ന് പറയാൻ കാര്യം അവർ ഈ മെസ്സേജിനൊന്നും ചേഞ്ചും ചെയ്യുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവരെ പാസീവ് ഇൻട്രൂഡർ എന്ന് വിളിക്കാം. ഇനി ആക്റ്റീവ് ഇൻട്രൂഡർ ഉണ്ട്. അവർ ഈ മെസ്സേജുകൾ അവൻ നോക്കിയിട്ട് ആ മെസ്സേജിനെ ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്തിട്ട് ആ മെസ്സേജിന് ചേഞ്ച് ചെയ്ത മെസ്സേജിനെ ആയിരിക്കും ഈ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. പിന്നെ ചില ആക്റ്റീവ് ഇൻട്രൂഡേഴ്സ് ഉണ്ട്. അവർ ഒരു മെസ്സേജിനെയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻസർട്ട് ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള ഡിഫറെൻറ്റ് അറ്റാക്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി സഹായിക്കും. അപ്പോൾ അവിടെ എങ്ങനെ സംഭവിക്കുന്നത്, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ഒരു എൻക്രിപ്ഷൻ അൽഗോരിതവും കീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൽ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഡിക്രിപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു കീയും ഉപയോഗിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെൻട്രൽ സൈഡിലും ഇപ്പോൾ സെൻട്രൽ സൈഡിൽ എന്തൊക്കെയാണ്, പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്നു. റിസീവർ സൈഡിൽ സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്നു. സെക്യൂർ ചാനൽസ്. സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസിന് കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസിന്റെ ഒതന്റിക്കേഷൻ ആവശ്യമുണ്ട്. ഇത് മെസ്സേജ് ഇന്റഗ്രിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഇത് എൻഷുർ ചെയ്യുന്നു. ഒരു സെക്യൂർ ചാനല് ഈ സെൻഡേഴ്സിനെയും റിസീവേഴ്സിനെയും അവരയക്കുന്ന മെസ്സേജുകളുടെ ഇന്റർസെപ്ഷൻ, മോഡിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ ഇവയൊക്കെ തടയുന്നു. പക്ഷേ ഇത് ഇന്ററപ്ഷൻ തടയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണ്, ഈ ഇന്റർസെപ്ഷൻ, മോഡിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ, ഇന്ററപ്ഷൻ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം ഈ ഇന്റർസെപ്ഷനിൽ നിന്നും മെസ്സേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യുന്നു. മോഡിഫിക്കേഷനും ഫാബ്രിക്കേഷനിൽ നിന്നും ഈ മെസ്സേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ പ്രോട്ടോകോൾസ് ഒക്കെ ഉപയോഗിച്ച് മ്യൂച്വൽ അതായത് മോഡിഫിക്കേഷനിൽ നിന്നും ഫാബ്രിക്കേഷൻസിൽ നിന്നും ഈ മെസ്സേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് മെസ്സേജ് ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒതന്റിക്കേഷൻ. ഒതന്റിക്കേഷനും മെസ്സേജ് ഇന്റഗ്രിറ്റിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം ആലീസ് ബോബിനോട് വായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ട് ആലീസ് എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജ് ബോബിന് ആദ്യം അയക്കുന്നു, ഒരു ചാനൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചാനൽ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആലീസിന് അറിയാം അത് ബോബ് തന്നെയാണെന്ന്. അപ്പൊ ചാനൽ സെറ്റപ്പ് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോബ് തന്നെയാണോ, ഈ ആലീസ് ഉദ്ദേശിക്കുന്നത് തന്നെ ആളാണോ അപ്പർ സൈഡിൽ ഇരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുകയാണ് ഒതന്റിക്കേഷനിലൂടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ചാനൽ അവിടെ സെറ്റപ്പ് ചെയ്തത്. അപ്പം ഇപ്പം ആലീസിന് ഷുവറാണ് ആലീസ് സംസാരിക്കുന്നത് ബോബിനോടാണെന്ന്. അതുപോലെ ബോബിന് ഷുവറാണ് ആലീസാണ് അപ്പർ സൈഡിൽ സംസാരിക്കുന്നതെന്ന്. അപ്പം അവർക്ക് പരസ്പരം മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം കൂടുതലും ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്രട്ട് കീ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നു, സെഷൻ കീസ് ഉപയോഗിച്ച്. ഈ ഒതന്റിക്കേഷനൊക്കെ ഷെയർഡ് ആയിട്ടുള്ള സീക്രട്ട് കീ ഉപയോഗിച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ചലഞ്ച് റെസ്പോൺസ് പ്രോട്ടോകോൾ എന്നും വിളിക്കാം. നെക്സ്റ്റ് ഈസ് മെസ്സേജ് ഇന്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഒതന്റിക്കേഷൻ മാത്രമല്ല, ഒരു സെക്യൂർ ചാനലും മെസ്സേജ് ഇന്റഗ്രിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോൺഫിഡൻഷ്യാലിറ്റി എളുപ്പത്തിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു മെസ്സേജിനെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താന്ന് നോക്കാം. ഒരു മെസ്സേജിനെ ഡിജിറ്റലി സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെൻഡറും റിസീവറും ഉണ്ടെങ്കിൽ സെൻഡറിന് ആ റിസീവറിലേക്ക് ആ മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് സെൻഡർ ആ മെസ്സേജിനെ ഡിജിറ്റലി സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ സിഗ്നേച്ചർ യുണീക്കലി ഈ കണ്ടന്റിനോട് ടൈ ചെയ്യുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനെ പല രീതിയിൽ വെക്കാം. ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റംസ് ഉപയോഗിക്കാം, RSA പോലത്തെ, ഇല്ലെങ്കിൽ മെസ്സേജ് ഡൈജസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു മെസ്സേജിനെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് ഡിജിറ്റലി സൈൻ ചെയ്യാം. പക്ഷേ അവിടെ അത് ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡോക്യുമെന്റിന്റെ സിഗ്നേച്ചർ സൈൻ ചെയ്താൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സെൻഡറും ഒരു റിസീവറും ഉണ്ടെങ്കിൽ സെൻഡർ ഡിജിറ്റലി സൈൻ ചെയ്ത് ആ റിസീവറിന് ഒരു പർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ സിഗ്നേച്ചർ വെരിഫൈ ചെയ്ത് ഈ റിസീവർ സൈഡിൽ അത് ഇന്ന സെൻഡർ തന്നെയാണ് അയച്ചെന്ന് ഇവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള സിഗ്നേച്ചറിന്റെ വാലിഡിറ്റി ഈ പ്രൈവറ്റ് കീ സീക്രട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറെ ആരെങ്കിലും ഇൻട്രൂഡർ ഈ സെൻഡറിന്റെ പ്രൈവറ്റ് കീ അറിഞ്ഞാൽ പിന്നെ ആ സിഗ്നേച്ചറിന്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു അവർക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ആലീസിന്റെ പ്രൈവറ്റ് കീ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ച അപ്പോഴും എന്ത് പറ്റും? ആ സിഗ്നേച്ചർ ഇൻവാൾവ് ആയിപ്പോ, കാരണം പ്രൈവറ്റ് കീ ചേഞ്ച് ആയല്ലോ. അതുപോലെ തന്നെ ഈ മെസ്സേജുകളെ എൻക്രിപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. കാരണം അതിന് ഒരുപാട് പ്രോസസ് റിക്വയർമെന്റ്സ് വേണ്ടി വരും. അതിൽ അൺനെസസറി ആയിട്ടൊരു കാര്യവും കൂടിയാണത്. ഈ മെസ്സേജിനെ മെസ്സേജ് ഡൈജസ്റ്റ് ഉപയോഗിച്ചും ഡിജിറ്റലി സൈൻ ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പം ഇപ്പം ഒരു ആലീസ് ഉണ്ട്, ഒരു ബോബ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആലീസിന്റെ മെസ്സേജിനെ അപ്പൊ ഇവിടെ എന്താ പറയുന്ന, അതായത് ആലീസിന്റെ കമ്പ്യൂട്ടറും ഉണ്ട്, ബോബിന്റെ കമ്പ്യൂട്ടറും ഉണ്ട്. ആലീസിന് ബോബിനോട് മെസ്സേജ് പാസ് ചെയ്യണം, ആലീസിന് ബോബിനോട്. അപ്പൊ ആലീസാണ് ഇവിടെ സെൻഡർ, ബോബാണ് ഇവിടെ റിസീവർ. അപ്പൊ ഈ ആലീസ് എന്ത് വെച്ചാല് ആലീസിന് അയക്കാനുള്ള മെസ്സേജ് ഇല്ലേ, ആ മെസ്സേജിനെ ഒരു ഹാഷ് ഫംഗ്ഷനിലൊക്കെ അപ്ലൈ ചെയ്ത് മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ആ മെസ്സേജ് ഡൈജസ്റ്റിനെ പ്രൈവറ്റ് കീയുമായിട്ട് എൻക്രിപ്റ്റ്
പ്രൈവറ്റ് ബി ഉപയോഗിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു ആ മെസ്സേജ് ഡൈജസ്റ്റിനാണ്. എന്നിട്ട് ആ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ഡൈജസ്റ്റും മെസ്സേജും കൂടെ ഈ ബോബിന് അയച്ചു കൊടുക്കും. അപ്പോൾ ബോബ് ആ അയച്ചു കൊടുത്ത മെസ്സേജ് ഇല്ലേ, ആ മെസ്സേജിൽ നിന്ന് മെസ്സേജ് ഡൈജസ്റ്റിന് ജനറേറ്റ് ചെയ്യും. പിന്നെ ഒരു എൻക്രിപ്റ്റ് ചെയ്തൊരു മെസ്സേജ് ഡൈജസ്റ്റ് അയച്ചു കൊടുത്തില്ലേ, അതിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മെസ്സേജ് ഡൈജസ്റ്റ് എടുക്കും. എന്നിട്ട് ഈ രണ്ട് മെസ്സേജ് ഡൈജസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ഇങ്ങനെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിജിറ്റലി മെസ്സേജിനെ സൈൻ ചെയ്യാം. അപ്പോൾ ഒരു ഒതൻറ്റിക്കേഷൻ ഫേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു സെക്യൂർ ചാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഷെയർഡ് സെഷൻ കീസ് ഉപയോഗിക്കുന്നു. ഇത് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ചാനൽ ഉപയോഗം കഴിഞ്ഞ് തീർന്നു പോകുമ്പോൾ ഈ സെഷൻ കീസ് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ സാധാരണ നമ്മൾ ക്രിപ്റ്റോഗ്രഫിക്കൊക്കെ ഉപയോഗിക്കുന്ന കീസ് ഉപയോഗിക്കാതെ സെഷൻ കീസൊക്കെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഈ സെക്യൂർ ചാനൽസിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം ക്രിപ്റ്റോഗ്രഫിക് കീസ് എന്നൊക്കെ പറയുന്നത് സാധാരണ റിയൽ ലൈഫിലുള്ള കീസ് പോലെ വിയർ ആൻഡ് ടയർ ഫേസ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ആ ക്രിപ്റ്റോഗ്രഫിക് കീസൊക്കെ അങ്ങനെ ഒരുപാട് നാൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തൊന്നുമില്ല. കാരണം നമുക്ക് ആ കീസ് വേറൊരു ഇൻട്രൂഡർ ഫൈൻഡ് ചെയ്യുന്ന ആ ടൈം വരെയല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അവർ ഫൈൻഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കീ മാറ്റണ്ടേ, നല്ല സെക്യൂരിറ്റി പിന്നെയും നമുക്ക് കൂടുതൽ എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സെഷൻ കീസ് ഉപയോഗിക്കുന്നതിലൂടെ റിപ്ലൈ അറ്റാക്കിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ആ സെഷൻ കീസ് ഇപ്പം ഒരു ഇൻട്രൂഡർ ഫൈൻഡ് ചെയ്താൽ പോലും പർട്ടിക്കുലർ സെഷനിൽ എഫക്റ്റ് ആകത്തുള്ളൂ. പക്ഷെ മറ്റേ നമ്മൾ ക്രിപ്റ്റോഗ്രഫിക് കീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കീസിനെ വേറൊരു ഇൻട്രൂഡർ അറിഞ്ഞാൽ ആ മൊത്തം നമ്മൾ പിന്നെ എല്ലാം ചെയ്യുന്നതും അഫക്റ്റ് ആവും. ആ ഇൻട്രൂഡർ എല്ലാം മനസ്സിലാക്കി എടുക്കും നമ്മുടെ സീക്രട്സ്. അപ്പോൾ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെക്യൂർ ചാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നേരത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കീസും അതുപോലെ ചീപ്പറും മോർ ടെമ്പററി ആയിട്ടുള്ള സെഷൻ കീസും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആക്സസ് കൺട്രോൾ. അപ്പോൾ ക്ലയൻറ്റ് സെർവർ മോഡലിൽ ഒരു ക്ലയൻറ്റും ഒരു സെർവറും ഒരു സെക്യൂർ ചാനൽ സെറ്റപ്പ് ചെയ്യുന്നു. ക്ലയൻറ്റ് റിക്വസ്റ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് സെർവർ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് സെർവറിൻ്റെ അകത്ത് സെർവർ കൺട്രോൾ ചെയ്യുന്ന കുറേ റിസോഴ്സുകൾ ഉണ്ടായിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് ഈ ക്ലയൻറ്റ് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ക്ലയൻറ്റിന് അതിനെ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആക്സസ് റൈറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സസ് റൈറ്റുകളെ വേരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓതറൈസേഷൻ എന്ന് പറയുന്നത് ആക്സസ് റൈറ്റ്സിനെ ഗ്രാൻഡിങ് ചെയ്യുന്നതിനെ. ജനറൽ ഇഷ്യൂസ് ഇൻ ആക്സസ് കൺട്രോൾ. ഈ ഫിഗറിൽ ഒബ്ജക്ട്സിന്റെ ആക്സസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജനറൽ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, റെഫറൻസ് മോണിറ്റർ ഉണ്ട്. സബ്ജക്റ്റ് ഒരു ഓപ്പറേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അത് റിഫറൻസ് മോണിറ്ററിൽ ചെല്ലുന്നു. റിഫറൻസ് മോണിറ്റർ നോക്കും ഈ സബ്ജക്റ്റിന് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ആക്സസ് റൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. റിക്വസ്റ്റിനെ ഓതറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനെ ഇൻവോക്കേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. ആരുടെ ഇൻവോക്കേഷനിൽ നിന്നും? ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ചെയ്യാൻ അധികാരമില്ലാത്ത സബ്ജക്ട്സിൻ്റെ അടുത്ത് നിന്ന്. പ്രൊട്ടക്ഷനിൽ ഈ ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്സസ് റൈറ്റ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ആക്സസ് കൺട്രോൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്ട്സിൻ്റെയും ഓരോ ഒബ്ജക്റ്റിനെ വെച്ച് വിത്ത് റെസ്പെക്ട് ടു ഓരോ ഒബ്ജക്ട്സ് സബ്ജക്റ്റിൻ്റെ ആക്സസ് റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്സസ് കൺട്രോൾ മെട്രിക്സ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇതേ ആക്സസ് മെട്രിക്സ് കോളം വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ആകും. കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഇതേ മെട്രിക്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റോ വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് കേപ്പബിലിറ്റീസ് ആകുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ സെക്യൂരിറ്റിയെയും സെക്യൂരിറ്റി ടെക്നിക്സിൻ്റെയും ഒരു ഓവർവ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയം പഠിക്കാൻ നേരത്ത് അതിൽ വരുന്ന നമുക്ക് വന്ന ഈ അൽഗോരിതംസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റുന്നതാണ്. അതാണ് പല അൽഗോരിതംസ് സ്കിപ്പ് ചെയ്തത്. അതൊക്കെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. ഇവിടെ ഒരു ഓവർവ്യൂ ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓവർവ്യൂ ലഭിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.